ബൈബിളിൻ്റെ ഉറവിടത്തെക്കുറിച്ച് ക്രിസ്ത്യാനികളിൽ തന്നെ അഭിപ്രായ ഭിന്നത ഏറെയാണ്. ഒരു കൂട്ടർ പറയുന്നത് ബൈബിൾ ദൈവശ്വാസീയം തന്നെ, പക്ഷേ അതിലെ ആശയത്തിനു മാത്രമേ ദൈവാത്മപ്രേരണയുണ്ടായിരുന്നുള്ളൂ എന്നത്രേ. ഇനിയും വേറൊരു കൂട്ടർ പറയുന്നു ദൈവനിശ്വാസ്യത ആത്മീയ കാര്യങ്ങളിൽ മാത്രമേയുള്ളൂ, ഭൗതിക കാര്യങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ല എന്നത്രേ. ഏതാണ് ശരി? ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. നീ എന്നെ മാതൃകയാക്കുക എന്ന് ക്രിസ്തു ശിഷ്യരോട് പറയുന്ന വിശുദ്ധ പൗലോസിൻ്റെ പ്രാഗൽഭ്യത്തിൻ്റെ പിന്നിലുള്ള വസ്തുത അദ്ദേഹം സകലത്തിലും ക്രിസ്തുവിൻ്റെ അനുകാരിയായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകളെ എത്രത്തോളം പിന്തുടരുന്നു എന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് ശേഷം ദൈവരാജ്യത്തിൽ ശക്തരായ പോരാളികൾ ഉണ്ടാവുകയുള്ളൂ. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഒരു ആയുസ്സിൽ കഷ്ടപ്പെട്ട് നേടിയതെല്ലാം വിട്ടിട്ട് പോകേണ്ടി വരുമ്പോൾ ആരാണേലും പതറിപ്പോകും. പ്രത്യേകിച്ചും തൻ്റെ അധ്വാനം മുഴുവൻ ശരിയായ കൈകളിലാണോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയാണെങ്കിൽ. വിശുദ്ധ പൗലോസ് തൻ്റെ മരണപത്രികയായി തിമോത്തിയോസിനുള്ള 2-ാം ലേഖനം എഴുതുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് സംശയിച്ചു പോകും. ഏതായാലും പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് വചനം പ്രസംഗിക്കുക എന്നാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. വചനം പ്രസംഗിക്കേണ്ടതിൻ്റെ ആവശ്യകത പൗലോസ് പറയുന്നു. ഇത് അന്ത്യകാലമാകുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം. അന്ത്യകാലത്തെ വിശ്വാസത്യാഗത്തെക്കുറിച്ചാണ് പൗലോസ് തിമോത്തിയോസിനോട് സംസാരിക്കുന്നത്. പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ത്യകാലത്തിൻ്റെ 19 ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് പൗലോസ് തൻ്റെ ജീവിതത്തിൽ നിന്നും തിമോത്തിയോസ് പഠിച്ചത് അവനെ ഓർമ്മിപ്പിക്കുന്നു. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ 10-ാം വാക്യം വായിക്കട്ടെ. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത. അടുത്ത വാക്യത്തിലാണ് കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഇതിനോട് ചേർത്ത് വരുന്നതാണല്ലോ അത്. പൗലോസിന് തന്നെ നല്ലവണ്ണം അറിയാമെന്ന് തിമോത്തിയോസിന് അറിയാമായിരുന്നു. പൗലോസിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. ഓരോ വിശ്വാസിയുടെയും ജീവിതം അങ്ങനെ ആയിരിക്കേണ്ടതുണ്ട്. പൗലോസിൻ്റെ ജീവിതം എത്ര വലിയൊരു മാതൃകയായിരുന്നു എന്ന് ഓർക്കുക. ക്രിസ്തീയ ശുശ്രൂഷയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ പറയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നില്ലേ? തുറന്ന പുസ്തകങ്ങൾ, മറ്റുള്ളവർക്ക് അതിൻ്റെ ഏത് പേജും എടുത്തു വായിക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള പുസ്തകങ്ങൾ. കുടുംബജീവിതമോ, നമ്മുടെ ജോലി രംഗമോ, സഭയിലെ പ്രവർത്തനമോ, നമ്മുടെ എല്ലാ രംഗങ്ങളും, അതെ, നാം പണം കൈകാര്യം ചെയ്യുന്നതോ, നാം മറ്റുള്ളവരുമായി ഇടപെടുന്ന ഏതെങ്കിലുമൊക്കെ രംഗങ്ങളാകാം, എല്ലാം ഒരു ക്രിസ്തീയ സഹോദരന് തുറന്ന പുസ്തകമായിട്ട് ഇരിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടൂ. എന്നുകൊണ്ട് നാം ബുദ്ധിമോശമായി പ്രവർത്തിക്കണമെന്നല്ല പൗലോസ് പറയുന്നത്. തിമോത്തിയോസേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതെ, എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എല്ലാം നിനക്കറിയാം. നീ അത് കണ്ടറിഞ്ഞിരിക്കുന്നു. ഒന്നും നിനക്ക് മറവായിരിക്കുന്നില്ല. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. പൗലോസ് തൻ്റെ ഓരോ യാത്രയിലും സഹിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് തിമോത്തിയോസിന് നല്ലവണ്ണം അറിയാമായിരുന്നു. അന്ത്യോക്യയും ഇക്കോന്യയും ലുസ്ത്രയും എല്ലാം ഗലാത്യ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു. ആ സ്ഥലത്തിൻ്റെ ഒരു ഭൂപടം നോക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും.
പൗലോസ് തൻ്റെ 1, 2, 3 പ്രേക്ഷിത യാത്രകളിൽ ഈ സ്ഥലങ്ങളിലെല്ലാം പോയതാണ്. ലുസ്ത്രയിലായിരുന്നപ്പോൾ പൗലോസിനെ ആ നാട്ടുകാർ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് കണ്ടിട്ട് അവർ അവനെ അവിടെ ഇട്ടേച്ചു പോവുകയാണ് ചെയ്തത്. പൗലോസ് പറയുന്നത് അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു എന്നത്രേ. ഈ കാര്യങ്ങളെക്കുറിച്ച് തിമോത്തിയോസിന് നല്ല അറിവുണ്ടായിരുന്നു. കാരണം അവനും അവൻ്റെ കുടുംബവും ഈ പറഞ്ഞ സ്ഥലത്തു നിന്നുള്ളവരായിരുന്നുവല്ലോ. ലുസ്ത്രയിൽ നിന്ന് ഉള്ളവരായിരുന്നു അവർ. അപ്പോൾ അവന് പൗലോസ് സഹിച്ച ഏറ്റവും കുറഞ്ഞത് ലുസ്ത്രയിൽ സഹിച്ച കഷ്ടപ്പാടുകളുടെ എല്ലാ വിവരവും അറിയാമായിരുന്നു. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. എത്ര വാസ്തവമായ ഒരു കാര്യമല്ലേ? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക്. അല്പം ഭക്തിയോടെ ജീവിപ്പാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥാനങ്ങളിൽ നിന്നാകും ഉപദ്രവം ഉണ്ടാകുന്നത്. തോന്നിയതുപോലെ ജീവിച്ചപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു, ആർക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്നാൽ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിനാൽ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അറിഞ്ഞ സത്യത്തിൽ മുൻപോട്ട് പോകുവാൻ തീരുമാനമെടുത്തപ്പോൾ, ഇതുവരെ ഞാൻ തോന്നിയതുപോലെ ജീവിച്ച ജീവിതം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നവർ പോലും ഇത്രയും ഭക്തി വേണോ എന്ന് ചോദിച്ച് പിൻപോട്ട് പിടിക്കുന്ന സ്ഥിതിവിശേഷം. ഒരു സത്യവിശ്വാസി ആയിരിക്കുക എന്നുള്ളതിന് വലിയ വില കൊടുക്കേണ്ടതായ ഒരു കാലത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ വിശ്വാസി എന്നുള്ള ആ സ്ഥിതി വളരെയേറെ ത്യജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം. പീഡനമില്ല എങ്കിൽ വാസ്തവത്തിൽ സഭ വളരുകയില്ല എന്ന കാര്യം മറക്കരുത്. ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ലോകത്തിന് അത് ഇഷ്ടപ്പെടില്ല. എന്നും അത് അങ്ങനെ തന്നെയായിരുന്നു. ക്രിസ്തു തന്നെ അഭിമുഖീകരിച്ചത് അങ്ങനെയാകുന്നുവല്ലോ. കർത്താവ് പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കാരണം നിങ്ങൾക്ക് മുൻപ് അത് എന്നെ പകച്ചിരിക്കുന്നു. നിങ്ങൾ ലോകത്തിനുള്ളവർ ആയിരുന്നു എങ്കിൽ ലോകം തനിക്കുള്ളതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിനുള്ളവർ അല്ലാത്തതിനാലും ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതിനാലും ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ലോകം പകയ്ക്കുക എന്നുള്ളത് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം സാധാരണ കാര്യമാണ്. അതില്ലാതെ വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. മായാവികൾ, മന്ത്രവാദികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റിച്ച് കളയും എന്നാണ്. മറ്റുള്ളവരെ ചതിച്ച് മാറ്റുക മാത്രമല്ല, തങ്ങളെ തന്നെ തെറ്റിച്ച് കളയും. ഇവർ സഭയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള സ്ഥിതി ഇന്ന്. മായാവികൾ, ആഭിചാരം ചെയ്യുന്നവർ സഭയിലെ നേതാക്കന്മാരായാലത്തെ സ്ഥിതി ഓർക്കുവാൻ കൂടി കഴിയുന്നില്ല. എന്നാൽ സഭ എടുക്കപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള അന്ത്യകാലത്തിൻ്റെ ചിത്രം അതത്രേ. അങ്ങനെയുള്ള അവസരത്തിൽ ഒരു ദൈവപൈതൽ ചെയ്യേണ്ടത് എന്താകുന്നു എന്നതാണ് ഇവിടുത്തെ അടുത്ത ചിന്ത. 14-ഉം 15-ഉം വാക്യങ്ങൾ, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. വിശ്വാസത്യാഗത്തിലുള്ള ഒരു ലോകത്തിനുള്ള ഒരേ ഒരു മറുപടി ദൈവത്തിൻ്റെ വചനം മാത്രമാകുന്നു. ഒരു ദൈവപൈതലിനുള്ള ആസ്തിയും അഭയവും ഈ ദൈവവചനം മാത്രമാകുന്നു. ദൈവവചനമില്ലാതെ ഒരു ദൈവപൈതലിന് വളരുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ. താൻ പഠിച്ച കാര്യങ്ങളിൽ നിലനിൽക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നു. തൻ്റെ അമ്മയും വലിയമ്മയും യഹൂദ സ്ത്രീകളായിരുന്നതിനാൽ പഴയ നിയമം പഠിക്കുവാൻ തിമോത്തിയോസിനെ അവർ പ്രേരിപ്പിച്ചിരുന്നിരിക്കും എന്നത് വാസ്തവമായിട്ടുള്ള സംഗതിയാണ്. ഇവിടെ പറയുന്നു, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ. എപ്രകാരത്തിലുള്ള ഒരു രക്ഷയെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്? തിമോത്തിയോസ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നുവല്ലോ. രക്ഷ 3 കാലത്തിൽ സംഭവിക്കുന്നു. ഒന്നാമത് ഭൂതകാലം, ഞാൻ പാപത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെ വർത്തമാനകാലം, ഞാൻ പാപത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മൂന്നാമതായി ഭാവികാലം,
ഞാൻ പാപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്. അല്പം കൂടി വിശദീകരിച്ചെന്നാൽ, ഭൂതകാലത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു ന്യായവിധി മരണം മരിക്കുകയുണ്ടായി. നാം അവനിൽ വിശ്വസിക്കുമ്പോൾ നാം മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടക്കുന്നു. നാം ഇനിയും ന്യായവിധിക്ക് കീഴിലല്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്നത്രേ. അതുമാത്രമല്ല, നാം ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ക്രിസ്തു നമ്മിൽ ഒരു രക്ഷ നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ആയുസ്സിൽ നാം അത് പൂർത്തീകരിക്കുക പോലുമില്ല. എന്നാൽ നാം ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരു ദിവസം വരുന്നതായി നാം അറിയുന്നു. അന്ന് നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം വായിക്കുന്നു. പൗലോസ് പറയുന്നത്, തിരുവചനം നമുക്ക് രക്ഷിക്കപ്പെടുവാനുള്ള പ്രവർത്തന രീതി മാത്രമല്ല നൽകുന്നത്, പിന്നെയോ ഇന്നത്തെ ഈ ദുഷ്ടലോകത്തിൽ നിന്നും അത് നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു. അതായത് വളരുവാൻ നമ്മെ സഹായിക്കുകയും ഇവിടെ നമുക്ക് വിടുതലും നൽകുന്നു. ദൈവവചനം നിരന്തരം പഠിക്കുന്നത് മാത്രമാണ് നമുക്കുള്ള ഒരേ ഒരു സഹായം എന്നത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. അത് നമ്മെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായതാക്കും. 16-ഉം 17-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. എനിക്ക് ഏറെ ഇഷ്ടമുള്ള 2 വാക്യങ്ങളാണ് ഈ വായിച്ചു കേട്ടത്. നമുക്ക് ഇത് ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. എല്ലാ തിരുവെഴുത്തും എന്ന് പൗലോസ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം എന്ന് തന്നെയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇതിൽ യാതൊന്നും മാറ്റിവെക്കുവാൻ സാധ്യമല്ല. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞെന്ന് വന്നേക്കാം, തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ കാലത്ത് വെളിപ്പാട് പുസ്തകം എഴുതിയിരുന്നില്ലല്ലോ. നല്ലൊരു ചോദ്യം, ന്യായമായ ചോദ്യം. അതേ സുഹൃത്തെ, അതെനിക്കറിയാം. എന്നാൽ നാം അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം വെളിപ്പാട് പുസ്തകം തിരുവെഴുത്തിൻ്റെ ഭാഗമായി എന്നതത്രേ. അങ്ങനെ എല്ലാം എന്ന വാക്കുകൊണ്ട് വെളിപ്പാട് പുസ്തകവും ഉൾപ്പെടുന്നു. അത് ദൈവവചനത്തിൻ്റെ ഭാഗമായി, അതും ദൈവാത്മപ്രേരിതമാണ്, ദൈവശ്വാസീയമാണ്. ദൈവശ്വാസീയം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം ശ്വസിച്ചത് എന്ന അർത്ഥത്തിലാണ്, ഗോഡ് ബ്രീത്ത്ഡ്. അപ്പോൾ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. തിരുവെഴുത്തിൻ്റെ ലേഖകർ എന്നാൽ അവർ ദൈവമെടുത്ത് എഴുതിയ പേനകൾ മാത്രമായിരുന്നില്ല. ഇതിലെ മനുഷ്യരുടെ വ്യക്തിത്വങ്ങളെ ദൈവം എടുത്തുപയോഗിച്ചു. അവരുടെ സ്വന്തം ചിന്താരീതികളിലൂടെ ദൈവം തനിക്ക് പറയുവാനുള്ളത് അവതരിപ്പിച്ചു. എന്നിട്ടും താൻ പറയുവാൻ ഉദ്ദേശിച്ചത് തന്നെ കൃത്യമായി പറഞ്ഞു എന്നതാണ് ഇതിലെ അത്ഭുതം. ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഉപരിയായി ഇന്ന് ദൈവത്തിന് ഒന്നും പറയുവാനില്ല. ഇന്ന് ദൈവം സ്വർഗത്തിൽ നിന്നും വിളിച്ചു പറയുവാൻ ആരംഭിച്ചെന്നാൽ അവൻ ഇതിനോടകം പറഞ്ഞതിനോട് യാതൊന്നും കൂട്ടിപ്പറയുകയില്ല. ഇത്രയും പറഞ്ഞപ്പോൾ ദൈവവചനത്തിൻ്റെ വിശ്വാസ്യതയെ താങ്കൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഇതിനോട് കൂട്ടുവാനും കുറയ്ക്കുവാനും ഒക്കെ ശ്രമിക്കുന്നത് വലിയ അബദ്ധമാണെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലാകുമല്ലോ. ഇന്ന് ബൈബിളിനേക്കാൾ ഏറെ തങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ നേതൃത്വത്തിനാണ് അധികാരമുള്ളത് എന്ന് പഠിപ്പിക്കുന്ന അനേകം സഭാവിഭാഗങ്ങളുണ്ട്. സഭ, അതെ, പിതാക്കന്മാരുടെ എഴുത്തുകൾക്കും കൽപ്പനകൾക്കുമൊക്കെ സ്ഥാനം കൊടുക്കുക. അവരുടെ വാദം അനേകം എഴുത്തുകളിൽ നിന്നും 66 പുസ്തകങ്ങൾ തിരഞ്ഞെടുത്തത് സഭാപിതാക്കന്മാരാകുന്നുവല്ലോ, അതുകൊണ്ട് സഭയാകുന്നു ഈ 66 പുസ്തകങ്ങൾ ഉൾപ്പെട്ട ബൈബിളിനേക്കാൾ വലുതെന്ന് വാദിക്കുന്നവർ. ഈ പറയുന്നവർ മറന്നുപോകുന്ന വസ്തുത, അന്നത്തെ സഭാപിതാക്കന്മാരും അല്ലെങ്കിൽ ഇത് തിരഞ്ഞെടുത്ത സഭാപിതാക്കന്മാരും ഇന്നത്തെ സഭയിലെ നേതൃത്വവും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. തിരുവെഴുത്തിലെ പുസ്തകങ്ങൾ എഴുതുവാൻ മാത്രമല്ല, അത് തിരഞ്ഞെടുക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അന്ന് പിതാക്കന്മാരെ പ്രചോദിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അത് എഴുതിയതിലോ തിരഞ്ഞെടുത്തതിലോ യാതൊരു അബദ്ധവും പറ്റിയിട്ടില്ല എന്ന് തീർച്ച.
തിരുവചനം യാതൊരു തെറ്റുമില്ലാത്തതാകുന്നു, യാതൊരു അബദ്ധവുമില്ല, ഒരു പിഴവുമില്ല. ഇത് നമുക്കെഴുതി തെരഞ്ഞെടുത്ത് നൽകി. ഇതിനോട് യാതൊന്നും ചേർക്കരുത്, ഇതിൽ നിന്നും യാതൊന്നും കുറയ്ക്കരുത് എന്ന് വളരെ നിഷ്കർഷമായി പറഞ്ഞിട്ടുണ്ട്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്ന സഭാ നേതാക്കന്മാർ ശരിയാണ്. അല്ലാതെ തങ്ങൾ പറയുന്നതെല്ലാം ദൈവവചനമാകുന്നു എന്ന് യാതൊരു സഭാ നേതൃത്വത്തിനും അവകാശപ്പെടാവുന്നതല്ല. അത് ആരായിരുന്നാൽ തന്നെയും അങ്ങനെ അവകാശപ്പെടുന്നു എങ്കിൽ അവർ തെറ്റാണ് എന്ന് ദൈവവചനം കൃത്യമായി പറയുന്നു. ദൈവവചനം അതെ ദൈവാത്മപ്രേരിതമാണ്. ദൈവവചനത്തെക്കാൾ ഏറെ പ്രധാനപ്പെട്ടത് മനുഷ്യൻ്റെ യുക്തിയും നാസ്തിക പ്രകൃതിവാദവും ആകുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ പിന്നീടുണ്ടായി. എൻ്റെ തലയ്ക്കുള്ളിൽ ഒതുങ്ങുന്നത് മാത്രം ഞാൻ അംഗീകരിക്കുമെന്ന ചിന്ത, ആത്മീയം അലൗകികം എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് യുക്തി അവർ ചേർത്തു. ബൈബിളിൻ്റെ ദൈവാത്മപ്രേരണ, അതിൻ്റെ ആധികാരികത, അപ്രമാദിത്വം എന്നിവയെല്ലാം അവർ തള്ളിക്കളഞ്ഞു. ഈ പറഞ്ഞതാണ് പിന്നീട് നവീകരണ വേദശാസ്ത്രം എന്ന പേരിൽ സഭയിൽ കടന്നുകൂടിയത്, ലിബറലിസം. ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരു കൂട്ടരുള്ളതും ഞാൻ പറയാതിരിക്കുവാൻ തരമില്ല. ബൈബിളിന് പകരം വ്യക്തിപരമായ വെളിപ്പാടുകൾക്കും നിർവൃതി ഉളവാക്കുന്ന അനുഭവങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു വലിയ കൂട്ടം സഭാവിഭാഗങ്ങൾ പിന്നീടുണ്ടായി. ഇവർ പ്രത്യക്ഷത്തിൽ ദൈവവചനത്തിൻ്റെ ആധികാരികതയോ ആത്മപ്രേരണയോ അവഗണിക്കുകയില്ലെങ്കിലും വ്യക്തിപരമായ അനുഭവങ്ങളുടെയും ആത്മനിഷ്ഠമായ തോന്നലുകളുടെയും വെളിപ്പാടുകൾ എന്നവർ വിശേഷിപ്പിക്കുന്ന പലതിൻ്റെയും അടിയിൽ ദൈവവചനം ഈ കൂട്ടർ കുഴിച്ചു മൂടി. അതെ, തങ്ങളുടെ തോന്നലുകളെല്ലാം ദൈവവചനമാകുന്നു എന്ന് ചിന്തിക്കുന്ന ഈ കൂട്ടർ ഈ കാലങ്ങളിൽ വളരെയാണ്. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു പാമ്പിനെ സ്വപ്നം കാണുന്നു, അതേ തുടങ്ങി വ്യാഖ്യാനം. പിന്നെ എന്തെല്ലാം ഉപദേശം സ്ഥാപിക്കലാണെന്നറിയാമോ? അല്ലെങ്കിൽ ഒരു ആനയെ സ്വപ്നം കാണുന്നു, അല്ലെങ്കിൽ ഒരു മാലാഖയെ കാണുന്നു, ഒരു വെളിച്ചം കാണുന്നു, അതിൽ തുടങ്ങി പിന്നെ ദൈവവചനത്തിലേക്ക് പോകും. ചില ആളുകൾ ഏതെങ്കിലുമൊക്കെ ശബ്ദം കേട്ടെന്ന് അവർക്ക് തോന്നുന്നു, ഉടനെ അത് ഏതെങ്കിലും വാക്യവുമായി ബന്ധപ്പെടുത്തി പിന്നെ അതിൻ്റെ പുറകെ പോകുന്നു. ഇന്ന് അനേകം കൂട്ടായ്മകളിലും ദൈവവചനത്തെ ഉണ്ടാക്കുകയാണ്. നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുകയല്ല വേണ്ടുന്നത്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അനുഭവങ്ങളെ കാണുകയാണ് വേണ്ടത്. കൂട്ടായ്മകളിലും ആരാധനകളിലും ദൈവവചനത്തെ ഉണ്ടാക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടില്ല. ദൈവം തനിക്ക് പറയുവാനുള്ളത് ഇതിനോടകം നമുക്ക് തൻ്റെ വചനത്തിലൂടെ നൽകിക്കഴിഞ്ഞു. ഓരോ പ്രാവശ്യവും നാം ദൈവവചനം വായിക്കുമ്പോൾ അത് നമുക്ക് ആത്മീയ വർധന വരുത്തുന്നതായി തീരണം. അതുതന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അത് നമുക്ക് ആത്മീയ വർധന വരുത്തണം. പൗലോസ് പറഞ്ഞത് നമുക്ക് നോക്കാം. പൗലോസ് പറഞ്ഞു, ഉപദേശത്തിന് പ്രയോജനമുള്ളതാകുന്നു ഈ ദൈവശ്വാസീയമായ തിരുവെഴുത്ത്. അതായത് പഠിപ്പിക്കുവാൻ കൊള്ളാം, പഠിപ്പിക്കുവാൻ നല്ലതാകുന്നു എന്ന്. അതുകൊണ്ടത്രേ ഞങ്ങൾ ഇത് പഠിപ്പിക്കുന്നത്. ഒരു കൂട്ടർ ചിന്തിക്കുന്നത് ഈ പാർട്ടികൾക്ക് യാതൊരു പണിയുമില്ല. എടാ, ബൈബിൾ ഞങ്ങൾക്കും കിട്ടിയിട്ടില്ലേ, ഞങ്ങളത് അങ്ങ് വായിച്ചോളാം. പല ഭവനങ്ങളിലും ഇതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസം ഉള്ളതായിട്ട് എനിക്കറിയാം. അടുത്തതായി ശാസനത്തിന്, ഒന്ന് ഉപദേശത്തിന്, പിന്നെ ശാസനത്തിന് പ്രയോജനമുള്ളതാകും എന്ന് പറഞ്ഞാൽ ബോധവൽക്കരിക്കുവാൻ നല്ലതാകുന്നു എന്ന്. ബോധവൽക്കരിക്കുവാൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവവചനം പഠിക്കുന്നതിനാൽ അത് നമുക്ക് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ബോധം വരുത്തുന്നതാകണം. അതാണ് ഇവിടുത്തെ അർത്ഥം. വാസ്തവത്തിൽ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുവോ എന്ന് നിങ്ങൾക്ക് പരീക്ഷിക്കുവാൻ കഴിയുന്ന വിധം അതത്രേ. ശാസനത്തിന്, മറ്റേതെങ്കിലും പുസ്തകം വായിക്കുന്നത് പോലെ നിങ്ങൾ ഈ പുസ്തകവും വായിച്ചെന്നാൽ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ഇത് നിങ്ങൾക്ക് പാപബോധം വരുത്തുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. ഓരോ പ്രാവശ്യവും ദൈവവചനം വായിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വസ്തുതയാണിത്. ദൈവവചനത്തിൻ്റെ മറ്റൊരു പ്രവർത്തനമായി പറഞ്ഞിരിക്കുന്നത് ഗുണീകരണമാണ്, കറക്ഷൻ. അതായത് തങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങളെ ശരിയാക്കുക, തെറ്റുതിരുത്തുക. എത്ര വാസ്തവമാണല്ലേ? ദൈവവചനം വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും തൻ്റെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിക്കുവാൻ സാധിക്കും.
ഒടുവിലായി പറയുന്നത് നീതിയിലെ അഭ്യാസത്തിന് എന്ന് പറഞ്ഞാൽ ശിക്ഷണത്തിൽ മുൻപോട്ട് പോകുവാൻ, അച്ചടക്കമുള്ള ക്രിസ്തീയ ജീവിതത്തിന്, ദൈവഹിതപ്രകാരം മാത്രം എല്ലാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതത്രേ അച്ചടക്കമുള്ള ജീവിതം. ഒരു ക്രിസ്തു വിശ്വാസിയിൽ ദൈവവചനം ഏതെല്ലാം വിധത്തിലാകുന്നു ക്രിയ ചെയ്യുന്നത്? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരു കാര്യം ഓർക്കണം. നമ്മുടെ സ്വന്തം പരിശ്രമങ്ങളാൽ നാം അച്ചടക്കമുള്ള, ശിക്ഷണമുള്ള ഒരു ജീവിതം നയിക്കുവാൻ ശ്രമിച്ചാൽ പലപ്പോഴും അത് പരാജയത്തിൽ കലാശിക്കും. എന്തെങ്കിലുമൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ നമുക്ക് അച്ചടക്കമുള്ള ഒരു ജീവിതം നയിക്കുവാൻ സാധിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ എല്ലാ രംഗത്തിലും അച്ചടക്കമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവവചനം മാത്രമാണ്. ഇത്ര മഹത്തായ ഈ വചനത്തെ നാം അവഗണിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം സന്തോഷകരമാകാത്തതിൻ്റെ പ്രധാന കാരണം. അനേകർക്ക് ക്രിസ്തീയ ജീവിതം ഒരു ഭാരമാണ്, യാതൊരു സംതൃപ്തിയുമില്ല, പിടിച്ചുകെട്ടാണ്. ദൈവവചനത്തെ അവഗണിച്ച ആർക്കും ഒരു ദൈവ പൈതലായി വളരുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ മറ്റെന്തെല്ലാം വേണമെങ്കിൽ കൊണ്ടുവന്നു, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ ഒരു ദൈവ പൈതലായി വളരുവാൻ സാധിക്കില്ല. മുരടിച്ച അവസ്ഥയുണ്ടാകും, വരണ്ട അവസ്ഥയുണ്ടാകും, നാം തന്നെ മുഷിഞ്ഞു പോകും. ഇവിടെ നാം വായിക്കുന്നത് തികഞ്ഞവൻ എന്ന്. തികഞ്ഞവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളും ഞാനും ചെയ്യുന്നതെല്ലാം തികച്ചും ശരി മാത്രമായിരിക്കും എന്ന ഒരു സ്ഥിതിയിൽ നാം എത്തിച്ചേരുമെന്ന അർത്ഥത്തിലല്ല. പിന്നെയോ നാം പൂർണ്ണ പക്വത പ്രാപിക്കുമെന്നത്രേ. ഇന്ന് ശിശുക്കളായ അനേകം ക്രിസ്തു വിശ്വാസികളെ കാണാവുന്നതാണ്. എന്നാൽ ദൈവവചനത്തിലൂടെ നാം തികഞ്ഞവരാകും. അതെ, പൂർണ്ണ വളർച്ചയെത്തിയ അവസ്ഥ. തുടർന്ന് നാം കാണുന്നത് സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച്, അതായത് ദൈവവചനം സകല സൽപ്രവൃത്തിയും ചെയ്യുവാൻ നിങ്ങളെ ശക്തീകരിക്കുമെന്ന്. ചില ഞുടുക്കുവേലകളിലൂടെ ക്രിസ്തീയ പക്വത പ്രാപിക്കാമെന്ന് പഠിപ്പിക്കുന്ന ഇന്നത്തെ തട്ടിപ്പുകാരെ കൊണ്ട് വാസ്തവത്തിൽ മടുത്തു. ഒരാഴ്ചത്തെ ധ്യാനം കൊണ്ടോ 7 വെള്ളിയാഴ്ചത്തെ ഉപവാസം കൊണ്ടോ അല്ലെങ്കിൽ 21 ദിവസം ഒരുമിച്ച് ഉപവസിച്ചത് കൊണ്ടോ ഒന്നും ലഭിക്കുന്നതല്ല ക്രിസ്തീയ പക്വത. ഈ പറയുന്നിടത്തൊക്കെ ദൈവവചനത്തിന് പ്രാധാന്യം നൽകി പഠിപ്പിക്കുമെങ്കിൽ ഈ പറഞ്ഞത് നടന്നെന്ന് വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ പക്വതയിലേക്ക് നയിക്കപ്പെടുന്നതാണ് ദൈവവചനം പഠിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. ദൈവവചനമാണ് ഒരു ദൈവവൈതലിനെ ക്രിസ്തീയ പക്വതയിലേക്ക് നയിക്കുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ പക്വതയുള്ളവനാകുവാൻ, തികഞ്ഞവനാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ വചനത്താൽ, അതെ, തിരുവെഴുത്തെല്ലാം ദൈവശ്വാസീയമായി നൽകിയിരിക്കുകയാണ്. തിരുവെഴുത്തെല്ലാം ദൈവാത്മപ്രേരിതമാണ്. ഇവയെല്ലാം നമ്മുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടതാണ്. 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് നാം വന്നിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പൗലോസ് തിമോത്തിയോസിനോട് വളരെ വ്യക്തിപരമായിട്ടാണ് സംസാരിച്ചത്. ദൈവവചനം തിമോത്തിയോസിനെ പഠിപ്പിച്ചു. ഇപ്പോൾ ഇനിയും അവൻ ദൈവവചനം പ്രസംഗിക്കേണ്ടതുണ്ട്. വിശ്വാസത്യാഗത്തിൻ്റെ കാലത്ത് നമ്മുടെ സമ്പാദ്യം ദൈവവചനമാകുന്നു. അത് നമ്മുടെ ആവശ്യത്തെ ശരിയാവണ്ണം നിറവേറ്റുന്നതാണ്. ദൈവവചനം ഇന്ന് ആരാധനകളിൽ സ്ഥാനമില്ലാത്ത ഒന്നായി മാറിയോ എന്ന് സംശയിക്കുന്നു. ദുഃഖകരമായൊരു കാര്യമാണ്. ദൈവവചനത്തിന് കുടുംബങ്ങളിൽ സ്ഥാനമില്ല. ദൈവവചനത്തിന് വ്യക്തിജീവിതങ്ങളിൽ സ്ഥാനം ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. കാരണം ദൈവവചനത്തിന് വ്യക്തിജീവിതങ്ങളിൽ സ്ഥാനമില്ലല്ലോ, അതുകൊണ്ട് സ്വാധീനമില്ല. ഇതിൻ്റെയൊക്കെ ഫലം നാം കാണുന്നത് തകർന്ന ബന്ധങ്ങൾ, തകർന്ന കുടുംബങ്ങൾ, പരാജയമടയുന്ന വ്യക്തിജീവിതങ്ങൾ, ചത്ത സഭകൾ, ദൈവം ആഗ്രഹിക്കുന്ന ഉന്നതമായ നിലവാരത്തിൽ നിന്നും താഴെ വീണ് കിടക്കുന്നതായ അവസ്ഥ. കാരണം ദൈവത്തിൻ്റെ നിലവാരം അറിയുവാൻ ദൈവവചനം വായിക്കുന്നില്ല, പഠിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല, പ്രയോജനപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് സുഹൃത്തെ? നിങ്ങളുടെ ജോലി രംഗത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ ദൈവവചനത്തിലൂടെ അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ദൈവവചനം എന്തു പറയുന്നുവോ അതനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ കുടുംബജീവിതത്തിലെ അസ്വസ്ഥതകൾ മാറുവാൻ ദൈവവചനത്തിന് സ്ഥാനം നൽകൂ. അത് ഉപദേശത്തിന് നല്ലതാണ്, ഗുണീകരണത്തിന് നല്ലതാണ്, നീതിയിലെ അഭ്യാസത്തിന് നല്ലതാണ്. അത് നിങ്ങളെയും ദൈവവചനം പഠിക്കുന്ന ഓരോ വ്യക്തിയെയും പക്വതയുള്ളവരാക്കും. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനൊരു പക്വതയിലേക്ക് നിങ്ങൾ വളർന്നു വരുവാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ലോകം ദൈവത്തോട് ശത്രുതയിലാകയാൽ ഒരു ദൈവപൈതലിന് ലോകത്തിൽ ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാകുന്നു. എന്നാൽ ഈ ലോകവുമായി രമ്യതയിലാകുമ്പോൾ ദൈവത്തിൻ്റെ ശത്രുക്കളായി നാം മാറുന്നു എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. എന്നാൽ ഈ ലോകത്തിൽ ജയകരമായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നതിനാകുന്നു ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്.